മാർക്ക് കൂറിലോസിനെതിരായ മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശം വലിയ വിവാദത്തിൽ അത് പുകയുകയാണ്. പ്രതിപക്ഷം രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തിൽ പ്രതികരിച്ചത്. പിണറായി തള്ളിപ്പറഞ്ഞില്ലെങ്കിലും ഭാഷ ശ്രദ്ധിക്കണമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ നിലപാട്. മാർക്ക് കൂറിലോസ് ഇതിനെതിരായി പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിലും വിവാദം ഉടൻ കെട്ടടങ്ങിയേക്കില്ല എന്നൊരു സൂചനയാണ് പുറത്തുവരുന്നത്. ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. ഗീവർഗീസ് മാർ കൂറിലോസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അതിരുകടന്ന പരാമർശം വിവാദമായിരുന്നു. താനെന്നും ഇടതുപക്ഷത്തിനൊപ്പമാണെന്ന പ്രതികരണത്തിലൂടെ വിവാദങ്ങൾക്ക് തടയിടുകയാണ് കൂറിലോസ്. കൂടുതൽ പ്രതികരണത്തിനില്ലെന്ന് വ്യക്തമാക്കിയ കൂറിലോസ് തുടർ ചർച്ചകൾ അവസാനിപ്പിക്കുമ്പോഴും പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തി. തന്നെ ആരും വിമർശിക്കാൻ പാടില്ലെന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. സർക്കാരിനെ വിമർശിക്കുന്നവരെല്ലാം വിവരദോഷികളാണ് എന്ന് പറയാനുള്ള ഈ ധാർഷ്ട്യം, ഇത്രയും കനത്ത ആഘാതം ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടും പിണറായി വിജയൻ അത് മാറ്റിയിട്ടില്ല എന്നത് വിസ്മയിപ്പിക്കുന്നു. മാറ്റരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇരട്ടച്ചങ്കൻ, കാരണഭൂതൻ എന്നുള്ള വാക്കുകളൊക്കെ കേട്ട് അദ്ദേഹം ആവേശഭരിതനായി കോൾമേറിക്കൊണ്ടിരിക്കുകയാണ്. കാരണഭൂതനെ ആരും ചോദ്യം ചെയ്യരുത്, എല്ലാത്തിനും മുകളിലാണെന്ന തോന്നലിലാണ് പിണറായി വിജയനെന്നും രമേശ് ചെന്നിത്തല പരിഹസിച്ചു. കാരണഭൂതനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യങ്ങൾക്ക് മുകളിലാണ് അദ്ദേഹത്തെ അത്രയും വിവരമുള്ള ഒരാൾ കേരളത്തിൽ ഇല്ലാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കൂറിലോസിനെതിരെയുള്ള പ്രതികരണത്തിൽ മുഖ്യമന്ത്രി ഭാഷ ശ്രദ്ധിക്കണമായിരുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ ഉപദേശം. തകഴിയുടേതുപോലെ പിണറായിക്കും ഭാഷാശൈലി ഉണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പിണറായിയുടെ ചില അഭിപ്രായങ്ങളും വാക്കുകളും പിണറായിയുടെ സ്റ്റൈലാണ്. ഇപ്പോൾ കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് പിണറായി സ്റ്റൈലാണ്. പലപ്പോഴും സൂക്ഷിച്ച് പറഞ്ഞില്ല എങ്കിൽ അതിൽ നിന്ന് പല വ്യാഖ്യാനവും ദുർവ്യാഖ്യാനവും ഉണ്ടാകുമെന്ന് കണക്കാക്കിക്കൊണ്ട് പിണറായി വിജയനല്ല സംസാരിക്കുന്നത്, കേരള മുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നത് എന്നുള്ള ആ വിവേചന മനസ്സിലാക്കി അദ്ദേഹം സംസാരിക്കുന്നത് എപ്പോഴും അഭികാമ്യമായിരിക്കും. കൂറിലോസ് പിൻവാങ്ങിയെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ചർച്ചയാക്കി നിർത്തുകയാണ് നേതാക്കൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.